നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ചുരിദാർ എങ്ങനെയാണ് അളവെടുത്തിട്ട് അത് അളവനുസരിച്ച് അത് വരയ്ക്കുന്നതെന്നാണ് നമ്മൾ കണ്ടത്. അത് നമ്മൾ ചെയ്ത് കാണിച്ചില്ലായിരുന്നല്ലോ. അതുകൊണ്ട് നമ്മൾ ഇന്ന് തുണിയിൽ അതെങ്ങനെയാണ് വെട്ടുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യം അളവ് പറയാം. ഇതെൻ്റെ മകളുടെ അളവാണ്. വണ്ണം 34, ഇടവണ്ണം 30, സ്ലിറ്റ് വണ്ണം 37, സ്ലിറ്റ് ഇറക്കം 20. അതായത് താഴെ സ്ലിറ്റിൻ്റെ വീതി ഉണ്ടല്ലോ, ചിലർക്ക് വീതി കൂട്ടി വേണമെന്ന് പറയും, ചിലർക്ക് വീതി കുറച്ച്. അപ്പോൾ ഇന്ന് സ്ലിറ്റ് വീതി പിടിച്ചപ്പോൾ എനിക്കിവിടെ 23 കിട്ടി. പിന്നെ ഷോൾഡർ 14, ഫ്രണ്ട് കഴുത്ത് 6 ഇഞ്ച്, ബാക്ക് കഴുത്ത് 5 ഇഞ്ച്, കൈനീളം സ്ലീവ് 14 ഇഞ്ച്, അതിൻ്റെ ബോട്ടം 9.5 ഇഞ്ച്. ഇതാണ് ഇത്രയുമാണ് അളവ്. അപ്പോൾ നമുക്ക് ആദ്യം ഇതൊന്ന് എല്ലാം ഒന്ന് പ്ലസ് ഇട്ട് ചെയ്യാം. അപ്പം വണ്ണം 34 34ൻ്റെ 4/1. ഞാൻ ഇവിടോട്ട് വേറെ എഴുതുവാണേ. 4/1 വണ്ണം പ്ലസ് 2 ഇഞ്ച്. അപ്പം 34ൻ്റെ 4/1 വണ്ണം പ്ലസ് 2 ഇഞ്ച്. അപ്പം നമ്മൾ ആദ്യം നമ്മൾക്കിത് മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ എല്ലാവരും 4ൻ്റെ പട്ടിക, 6ൻ്റെ പട്ടിക, 12ൻ്റെ പട്ടിക, ഈ 3 പട്ടിക നമ്മൾ പഠിച്ച് മനസ്സിലാക്കിയെങ്കിലേ നമ്മൾക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് 4/1 വണ്ണം. 34ൻ്റെ 4/1 വണ്ണം എന്ന് പറയുമ്പോൾ 34ൻ്റെ 4/1 എന്ന് പറയുന്നത് 8.5 വരും. 8.5 പ്ലസ് 2, അത് 8.5 പ്ലസ് 2 ഇഞ്ച് സമം 10.5. നമുക്ക് വണ്ണം എടുക്കേണ്ടത് മനസ്സിലായോ? വണ്ണം 34ൻ്റെയാണ്. 4/1 വണ്ണം പ്ലസ് 2 ഇഞ്ച്. ഇപ്പം 36 ആണെങ്കിലോ 9/4 36, 9 പ്ലസ് 2 എടുക്കണം, അപ്പോൾ 11 വരും. 30 ആണെങ്കിലോ 7.5 പ്ലസ് 2 ഇഞ്ച് 9.5 വരും. 38 ആണെങ്കിലോ 9.5 പ്ലസ് 2 ഇഞ്ച്, അന്നേരം 11.5 വരും. 40 ആണെങ്കിലോ 14 40, 10 പ്ലസ് 2 ഇഞ്ച് 12 ഇഞ്ച് വരും. ഇപ്പം വണ്ണം എടുക്കുന്ന കാര്യം എല്ലാവർക്കും മനസ്സിലായോ? വണ്ണം 34. 4/1 വണ്ണം പ്ലസ് 2 ഇഞ്ച്. ഇനി ഇടവണ്ണമാണ്. ഇടവണ്ണം നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് 30. അപ്പം 30ൻ്റെ 4/1 ഇടവണ്ണം പ്ലസ് 2 ഇഞ്ച്. അപ്പം ഇടവണ്ണം എത്രയാണോ അതിൻ്റെ 4/1 കണ്ടിട്ട് പ്ലസ് 2 ഇഞ്ച് കൂട്ടണം ഇടവണ്ണം കാണാൻ. അപ്പം വണ്ണം കാണാൻ വണ്ണത്തിൻ്റെ 4/1 പ്ലസ് 2 ഇഞ്ച്, ഇടവണ്ണം കാണാൻ 4/1 ഇടവണ്ണം പ്ലസ് 2 ഇഞ്ച്. അപ്പം ഇടവണ്ണം 30. അപ്പം നമുക്ക് 7.5 കിട്ടും. 7.5 പ്ലസ് 2, അപ്പം 9.5 നമ്മൾ തുണിയിലെടുക്കണം. ഇനിയും സ്ലിറ്റ് വണ്ണം എന്ന് പറയുമ്പോൾ നമ്മൾക്ക് ഇവിടെ താഴെ അരവണ്ണത്തിൻ്റെ അവിടെ സ്ലിറ്റ് ഇടുന്നിടമാണ്. സ്ലിറ്റ് വണ്ണം ഇവിടെ 37. അപ്പം 37ൻ്റെ 4/1 9.1 പ്ലസ് 2 ഇഞ്ച്, അപ്പം 11.1 എടുക്കണം. പിന്നെ സ്ലിറ്റ് ഇറക്കം എത്രയാണ്? 20 ഇഞ്ച് നമ്മൾക്കത് പോയിൻ്റ് ചെയ്യുകയാണ്. സ്ലിറ്റ് വീതി എന്ന് പറയുമ്പം 23. 23ൻ്റെ 2 തുണി മടക്കിയിടുന്നത്. അപ്പം 11.5 എടുത്താൽ പോലെ 1 ഇഞ്ച് തയ്യൽ തുമ്പൂടെ കൂട്ടി 11.5 പ്ലസ് 1 ഇഞ്ച് 12.5 എടുക്കണം. ഇനി ഷോൾഡർ 14. ഷോൾഡർ കാണാൻ നമ്മൾ എന്തുവാ പഠിച്ചേ? ഹാഫ് ഷോൾഡർ മൈനസ് 1 ഇഞ്ച്. ഷോൾഡർ സാധാരണ ഷർട്ടിനോ അങ്ങനെയൊക്കെ ഉള്ളതിനെ നമ്മൾ പ്ലസ് 1/2 ഇഞ്ച് കൂട്ടി കൊടുക്കും. ഇത് ഞാൻ പറഞ്ഞായിരുന്നു. നമ്മൾ കഴുത്ത് വരയ്ക്കുമ്പോൾ താഴോട്ട് കുഴിയുന്നതിൻ്റെ അനുസരിച്ച് തോളിറങ്ങിപ്പോകും. അതുകൊണ്ട് എത്രയാണോ ഷോൾഡർ അതിൻ്റെ പകുതി കണ്ടിട്ട് മൈനസ് 1 ഇഞ്ച് കുറച്ചേ പോയിൻ്റ് ചെയ്യാവൂ. പിന്നെ ഫ്രണ്ട് കഴുത്ത് 6 ഇഞ്ച്, ബാക്ക് കഴുത്ത് 5 ഇഞ്ച്. പിന്നെ കൈ നമ്മൾക്ക് പിന്നെ വെട്ടുമ്പം ഞാനത് പറഞ്ഞ് മനസ്സിലാക്കി തരാം. നമുക്കിപ്പോൾ തുണിയിലോട്ട് വരയ്ക്കാം. വെട്ടാൻ തുടങ്ങാം. ഇത് ഇന്നലെ ഞാൻ പറഞ്ഞായിരുന്നല്ലോ, തുണിയുടെ വീതിയാണ് ഇത്. ഞാൻ നേരെ 2ആയിട്ട് മടക്കി. ഇനി നമുക്ക് തുണി മടക്കുമ്പോൾ ആദ്യം മുകൾ വണ്ണമല്ല വേണ്ടത്, താഴെ സ്ലിറ്റിൻ്റെ വീതി. ചിലർക്ക് സ്ലിറ്റ് വീതി നല്ലതുപോലെ വേണമല്ലോ, കാരണം വണ്ണത്തിനെക്കാട്ടി താഴെ വീതിക്ക് ഇടുന്നവരുണ്ട്. അപ്പം നമുക്ക് സ്ലിറ്റിൻ്റെ വീതി ഇവിടെ പറഞ്ഞിരിക്കുന്നത് 23. 23ൻ്റെ നേർപകുതി എന്ന് പറയുന്നത് 11.5. അപ്പോൾ 11.5 എന്ന് പറയുമ്പോൾ 11.5 കിട്ടും. നമുക്ക് തയ്ക്കുമ്പോൾ 11.5 കിട്ടുമോ? അപ്പോൾ പ്ലസ് 1 ഇഞ്ച് കൂടെ 2 സൈഡും മടക്കി കൊടുക്കാനായിട്ട് ഇടണം. അപ്പോൾ 12.5.
12.5 മതി. നമുക്ക് ആ 12.5 അനുസരിച്ച് ഇങ്ങോട്ട് ഇച്ചിരി കൂടെ നീക്കാം. അപ്പം മുകൾ വണ്ണമല്ല ആദ്യം എടുക്കേണ്ടത് സ്ലിറ്റ് വീതി. സ്ലിറ്റ് വീതി എത്രയാണെന്ന് നോക്കിയിട്ട് വേണം തുണി നമ്മൾ കട്ട് ചെയ്യാൻ. പറഞ്ഞ് മനസ്സിലാക്കാം. ഇവിടെ കണ്ടോ, നെഞ്ചുവണ്ണം കണ്ടോ, നെഞ്ചുവണ്ണം നമുക്ക് 17.5 ഉള്ളൂ. പക്ഷേ സ്ലിറ്റിൻ്റെ വീതി വരുമ്പോൾ നമ്മൾ പിടിച്ച് നോക്കണം. ഒരു ചുരിദാർ അളവിന് തന്നാൽ ഈ സ്ലിറ്റ് വീതി കണ്ടോ 23 ഉണ്ട്. 23ൻ്റെ നേർപകുതിയാണ് ഞാൻ പറഞ്ഞത് 11.5. അപ്പോൾ അതിന് 11.5 മാത്രം എടുത്താൽ പോരാ. നമ്മൾ 2 സൈഡും 2 മടക്കിയിട്ടാണ് ഇത് 2 സൈഡും അടിച്ചിരിക്കുന്നത്. അതിന് 1 ഇഞ്ച് കൂട്ടി കൊടുക്കണം. അപ്പോൾ 11.5 പ്ലസ് 1 ഇഞ്ച്, അപ്പോൾ 12.5. ആ 12.5 ഇവിടെ എടുത്തിരിക്കുന്നത്. എന്നിട്ട് ആ അളവെടുത്തിട്ട് നമുക്ക് കട്ട് ചെയ്യാം. നമ്മൾ നെഞ്ചുവണ്ണം നോക്കിയല്ല തുണി മുറിക്കേണ്ടത്. നമ്മൾ സ്ലിറ്റ് വീതി എത്രയാണോ അത്രയും വീതി അനുസരിച്ചിട്ട് അതിൻ്റെ നേർപകുതി കണ്ടിട്ട് പ്ലസ് 1 ഇഞ്ച് കൂടെ സൈഡ്, അതായത് നമുക്ക് വേണ്ടി ഇങ്ങനെ 2 മടക്കിട്ട് വേണം നമ്മളിവിടെ അടിച്ചു കൊടുക്കാൻ. അപ്പോൾ 1/2 ഇഞ്ച് 1 ഇഞ്ചോളം നമുക്കിങ്ങനെ പോകും. അതുകൊണ്ടാണ് അങ്ങനെ 1 ഇഞ്ച് വീതി കൂടുതലിട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഇറക്കവും വണ്ണവും കിട്ടി. ഇനി നമുക്ക് വേണ്ടത് ചെസ്റ്റ് വണ്ണമാണ്. ചെസ്റ്റ് വണ്ണം ഇവിടെ 34ആണ്. 34ൻ്റെ 4/1 വണ്ണം പ്ലസ് 2 ഇഞ്ച്, അതായത് 4/1 എന്ന് പറയുന്നത് 8.5ആണ്. 8.5 പ്ലസ് 2 കൂടെ കൂട്ടുമ്പം 10.5, അതായത് 10.5. മുകളിൽ എടുക്കേണ്ടത് നമുക്ക് 10.5ആണ്. 10.5 എടുത്തു. ഇനി സ്ലിറ്റ് ഇറക്കം നോക്കാം. സ്ലിറ്റ് ഇറക്കം 20 ഇഞ്ചാണ്. ഇതിന് നമ്മൾ 20 ഇഞ്ച് പോയിന്റ് ചെയ്തു. പിന്നെ മനസ്സിലാകാൻ വേണമെങ്കിൽ വേണ്ടി ഇപ്പോഴത്തെ തുണി തിരിച്ചിട്ട് ചീത്തവശത്തൂടെ വേണം വരയ്ക്കാൻ. എല്ലാവരും ചീത്തവശത്തൂടെ വേണം വരയ്ക്കാൻ. അപ്പം ഈ അപ്പുറം നല്ല വശമാകുന്നുണ്ടെങ്കിൽ ഈ ചോക്കിൻ്റെ എല്ലാം പൊടി മുകളിൽ വരും. അതുകൊണ്ട് തുണി തിരിച്ചിട്ടിട്ട് നമ്മൾ സ്ലിറ്റ് ഇറക്കം അവിടെ പോയിന്റ് ചെയ്തു. ഇനി ഇടവണ്ണം ഇറക്കം 14.5, അതായത് 14.5 പോയിന്റ് ചെയ്തു. ഇനിയും ഇടവണ്ണം എന്ന് പറയുന്നത് 30ആണ്. 30ൻ്റെ 4/1 എന്ന് പറയുന്നത് 7.5. 7.5 പ്ലസ് 2 കൂടെ കൂട്ടുമ്പം 9.5. സ്ലിറ്റ് ഇറക്കം ഇപ്പുറത്തൂടെ പോയിന്റ് ചെയ്തോ ഈ 14.5. എന്നിട്ട് ഇതുപോലെ അങ്ങ് വരയ്ക്കണം, എല്ലാവർക്കും മനസ്സിലായിക്കോളൂ. ഇനി 9.5 ഇവിടെ പോയിന്റ് ചെയ്യാം. 9.5 എങ്ങനെയാണ് കിട്ടിയത്? 4/1 ഇടവണ്ണം പ്ലസ് 2 ഇഞ്ച്, നെഞ്ചുവണ്ണം 4/1 വണ്ണം പ്ലസ് 2 ഇഞ്ച്. ഇനി സ്ലിറ്റിൻ്റെ വീതി സ്ലിറ്റ് വണ്ണം 37. 37 എന്ന് പറയുന്നത് 9×4 36. 9.1 2 11.1, അതായത് 11.25 എടുക്കാം. 11.25. അപ്പം നമുക്ക് ഇത്രയും കിട്ടി. ഇനിയും കൈക്കുഴി കാണാൻ ഇന്നലെ എന്തുവാ പഠിച്ചേ? കൈക്കുഴി കാണാൻ എത്രയാണോ വണ്ണം, കൈക്കുഴി കാണാൻ 6/1 വണ്ണം പ്ലസ് 1/2 ഇഞ്ച്. എല്ലാവരും നോട്ട് ഇന്നലെ എഴുതിയതിനകത്ത് കാണും. കൈക്കുഴി കാണാൻ 6/1 വണ്ണം പ്ലസ് 1/2 ഇഞ്ച്. ഇവിടെ 6/1 വണ്ണം എന്ന് പറയുന്നത് 5.25. 5.25 പ്ലസ് 1/2 ഇഞ്ച് കൂടെ കൂട്ടുമ്പോൾ 6.25. അപ്പോൾ നമുക്ക് കൈക്കുഴി കിട്ടി. ഇനിയും ഷോൾഡർ 14ആണ്. അപ്പം ഷോൾഡർ കാണാൻ എന്ത് ചെയ്യണം? ഹാഫ് ഷോൾഡർ മൈനസ് 1 ഇഞ്ച്. ഷോൾഡർ ഹാഫ് എന്ന് പറയുമ്പോൾ 7. 7ൽ നിന്ന് 1 ഇഞ്ച് കുറയ്ക്കുമ്പോൾ 6 ഇഞ്ച്. 6 ഇഞ്ച് പോയിന്റ് ചെയ്തു. ഇനി ഇവിടെ എടുത്ത അതേ അളവ് തന്നെ 6
3.25 തന്നെ ഇവിടെ പോയിന്റ് ചെയ്തു നമ്മളിങ്ങനെ വരച്ചു. ഇതെന്ന് നമുക്ക് ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ നേർപകുതി കാണുക. 6.5, 6.5യുടെ പകുതി 3.25, 3.25 വരെ ഇങ്ങനെ വന്നിട്ട് നമുക്കിതേന്ന് ഷേപ്പ് ഇങ്ങനെ വരച്ചു കൊടുക്കാം. അപ്പോൾ കൈക്കുഴി കിട്ടി. ഇപ്പോൾ വണ്ണം, ഇവിടുത്തെ വണ്ണം എത്രയാണോ 10.5, ആ 10.5 നമുക്കിവിടെ പോയിന്റ് ചെയ്യാം. കണ്ടോ? ഈ പോയിന്റ് ചെയ്തിട്ടുകൊണ്ട് നമ്മൾ ഇതേ വന്നു മുട്ടിയിട്ട് നമ്മൾ നമുക്കപ്പോൾ വണ്ണം കിട്ടി. ഇപ്പം മനസ്സിലായോ? ഇവിടെ നിങ്ങോട്ട് 4.1 വണ്ണം പ്ലസ് 2 ഇഞ്ച്, ഇവിടെ നിങ്ങോട്ട് 4.1 ഇടവണ്ണം പ്ലസ് 2 ഇഞ്ച്, ഇവിടെ ഇങ്ങോട്ട് 4.1 അരവണ്ണം പ്ലസ് 2 ഇഞ്ച്. നെഞ്ചുവണ്ണം കാണാൻ 4.1 വണ്ണം പ്ലസ് 2 ഇഞ്ച്, ഇത് ഇടവണ്ണം കാണാൻ 4.1 ഇടവണ്ണം പ്ലസ് 2 ഇഞ്ച്, അരവണ്ണം കാണാൻ 4.1 അരവണ്ണം പ്ലസ് 2 ഇഞ്ച്. ഇത്രയും പോയിന്റ് ചെയ്തു. ഇപ്പം മനസ്സിലായോ? ഇത്രയും നമുക്ക് വണ്ണം കിട്ടി, കൈക്കുഴിയും വണ്ണവും കിട്ടി. ഇനിയും നമ്മൾ ചെയ്യേണ്ടത് 4 വണ്ണം അടിക്കാൻ എന്ത് ചെയ്യണം? 4.1 വണ്ണം പ്ലസ് 1/2 ഇഞ്ച്. അതായത് ഇവിടെ ഇപ്പോൾ 1.5, 2 ഇഞ്ച് 34ൻ്റെ 4.1 8.5 പ്ലസ് 1/2 ഇഞ്ച് കൂടെ കൂട്ടുമ്പോൾ 9. 4.1 ഇടവണ്ണം 7.5. നമുക്ക് അടിക്കാൻ വേണ്ടത് 1/2 ഇഞ്ച് കൂടുതലാണ്, അപ്പോൾ 8. 4.1 ഇടവണ്ണം എന്ന് പറയുന്നത് 37ആണ്. 9.1 9.1 പ്ലസ് ഇപ്പോൾ 9.25. കണ്ടോ? നമ്മൾ ഇതേ കൂടാണ് തയ്ക്കുന്നത്. ഇത് തയ്ക്കുന്നത് ഇവിടെ വരെ നമ്മൾ തയ്ച്ച് നിർത്തി. കണ്ടോ? ഇപ്പോൾ ഇത്രയും മനസ്സിലായോ? ഇനി ഒന്നുകൂടെ പറഞ്ഞു തരാം. ഷോൾഡർ കാണാൻ ഹാഫ് ഷോൾഡർ എത്രയാണോ അതിൻ്റെ നേർപകുതി കണ്ടിട്ട് -1 ഇഞ്ച് കുറയ്ക്കണം. ഷോൾഡറിൻ്റെ അളവ് കിട്ടും. ഇനി വണ്ണം കാണാൻ 4.1 വണ്ണം പ്ലസ് 2 ഇഞ്ച്, ഇടവണ്ണം കാണാൻ 4.1 ഇടവണ്ണം പ്ലസ് 2 ഇഞ്ച്, അരവണ്ണം കാണാൻ 4.1 അരവണ്ണം പ്ലസ് 2 ഇഞ്ച്. പിന്നെ വണ്ണം അടിക്കാനായിട്ട് നമ്മൾ എടുക്കേണ്ടത് 4.1 വണ്ണം പ്ലസ് 1/2 ഇഞ്ച്, 4.1 ഇടവണ്ണം പ്ലസ് 1/2 ഇഞ്ച്, 4.1 അരവണ്ണം പ്ലസ് 1/2 ഇഞ്ച്. പോയിന്റ് ചെയ്തിട്ട് അപ്പുറത്തെ പീസേ കൂടെ നമുക്ക് ഇതുപോലെ ഈ വരച്ച് വെച്ചാൽ മതി. ഇപ്പം ഇത്രയും മനസ്സിലായല്ലോ. ഇനിയും കഴുത്താണ്. കഴുത്തകലം കാണാൻ ഇന്നലെ എന്തോ പറഞ്ഞത് 12.1 വണ്ണം, അതായത് 34ൻ്റെ 12.1 കാണുക. 2.25 പോയിന്റ് ചെയ്തു. ഇനിയും ഫ്രണ്ടിനേക്ക് 6 ഇഞ്ച്. അപ്പോൾ ഈ 2.25 ഇവിടോട്ട് വെച്ചിട്ട് നമ്മൾ ചതുരമാക്കി. ഇനി ഇത് വേണമെങ്കിൽ ഈ ചതുരക്കഴുത്താക്കാം. പിന്നെ കഴുത്ത് തന്നെ ഞാൻ അളവെടുത്ത് വരച്ച് ഞാനൊരു ചെറിയ വീഡിയോ ഇടാം. കഴുത്ത് പിന്നെ നമുക്ക് വേണ്ടേ ഇത് വേറൊരു ഫാഷൻ കഴുത്താക്കാം. ഇങ്ങനൊരു കഴുത്ത് വെട്ടാം. ഇത് പിന്നെ ആലിലെ പോലെ ആക്കാം. നമുക്ക് ഒത്തിരി കഴുത്താക്കാം. ഇത് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ വെച്ചാലും ഒരു കഴുത്താകും. കണ്ടോ? ഇതൊരു കഴുത്താകും. ഇതിങ്ങനെ ഒരു കഴുത്താകും. ഇവിടെ ആലിലെ വെട്ടാം. ചതുരം വേണേൽ ചതുരമാക്കാം. ഇത് നമുക്ക് യു ആണെന്നുണ്ടെങ്കിൽ യു കഴുത്താക്കാം. ഏത് വേണേലും കഴുത്ത് നമുക്ക് ഇഷ്ടമുള്ള കഴുത്ത് നമുക്ക് ഇവിടെ വരച്ച് കൊടുക്കാം. ഇനിയും ബായ്ക്ക് കഴുത്താണ്. ബായ്ക്ക് കഴുത്തിൻ്റെ അളവ് 5 ഇഞ്ചാണ്. ആ 5 നമുക്ക് ഇതേ തന്നെ വന്നിട്ട് 5 ബായ്ക്ക് കഴുത്ത്. ഫ്രണ്ട് കഴുത്ത് നമുക്ക് ഏത് ഫാഷൻ കഴുത്ത് ഞാനൊരു കൊച്ചു വീഡിയോ ഇടാം. കഴുത്ത് മാത്രമായിട്ട് വരച്ച് ഒരു വീഡിയോ ഇടാം. അപ്പോൾ ഇപ്പം മനസ്സിലായോ? ഇത്രയും വെട്ടുന്നത് മനസ്സിലായോ? ഇനിയും പിന്നെ ഇതിവിടെ അടിക്കുമ്പോൾ ഞാനിത് പറഞ്ഞു തരാം. ഇവിടെ വീതി കൂട്ടി ഇതിങ്ങനെ നമുക്കിങ്ങനെ വെട്ടിക്കൊടുക്കണം. വെട്ടിക്കൊടുത്തിട്ട് നമുക്കിത് എടുക്കണം. കാരണം ഇവിടെ വീതി ഉള്ളത് കൊണ്ടാണ്. അഥവാ വീതി കുറഞ്ഞ ഒരാൾ, സാധാരണ കൊച്ചു പിള്ളേരാണെന്നുണ്ടെങ്കിൽ നമുക്കിത് ഇതേ തന്നെ ഇങ്ങനെ നേരെ കൊണ്ടുപോയിട്ട് നമുക്ക് കട്ട് ചെയ്തിട്ട് നമുക്ക് മടക്കി അടിക്കുമ്പോൾ ഈ വീതിക്ക് തന്നെ കിടന്നുള്ളൂ. ഇത് പക്ഷേ വീതി വേണം. വീതി വേണ്ടുന്നത് കൊണ്ടാണ് നമുക്ക് താഴത്തെ വീതി അനുസരിച്ച് നമ്മളിത് ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നത്. പിന്നെ അരവണ്ണം ഇച്ചിരി ലൂസ് വേണം. ഈ ലൂസ് വേണ്ടുന്നവർ എന്ത് ചെയ്യണം? നമ്മൾ 1/2 ഇഞ്ച് എന്നുള്ളത് നമുക്ക് ഈ വരയിൽ നിന്ന് നമുക്ക് 1 ഇഞ്ചിലോട്ടാക്കാം. കണ്ടോ?
ഈ 1 ഇഞ്ചിലോട്ടാക്കാം. അപ്പോൾ ഈ വര നമുക്ക് ഇതിലോട്ട് വെക്കാം. വെച്ചാൽ നമുക്കതനുസരിച്ച് വേണമെങ്കിൽ വീതി കൂട്ടി എടുക്കാം. ഇവിടെ ലൂസ് വേണ്ടവരുണ്ടെന്നുണ്ടെങ്കിൽ ഈ 4:1 വണ്ണം പ്ലസ് അരയെന്നുള്ളത് ഇവിടെ 1 ഇഞ്ച് കൊടുക്കാം. 1.5 ഇഞ്ച് പോയിന്റ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇതിലോട്ട് ഇങ്ങനെ മാറ്റി കൊടുത്തിട്ട് നമുക്ക് വേണമെങ്കിൽ ഇതിങ്ങനെ വേണമെങ്കിലും ചെയ്യാം. വണ്ണത്തിൻ്റെ അനുസരിച്ച് ഇതിപ്പം ഇഷ്ടം പോലെ വണ്ണം കിടപ്പുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പുറത്തൂടെ വേണേലും വെട്ടാം. ഇപ്പുറത്തൂടെ ഇതിലേ കൂടെ വേണേലും വരച്ചു കൊടുക്കാം. നിങ്ങൾക്ക് ഞാൻ മനസ്സിലാക്കി തരുന്നതാണ് ഇത് വരയ്ക്കുന്നത് എങ്ങനെയാണെന്ന്. ഇപ്പോൾ ഇത് കറക്റ്റ് വണ്ണം നല്ല ഷേപ്പ് അനുസരിച്ച് കിടക്കണമെന്നുണ്ടെങ്കിൽ 4:1 ഇഞ്ച് വണ്ണം പ്ലസ് അര ഇഞ്ച്, 4:1 ഇടവണ്ണം പ്ലസ് അര ഇഞ്ച്, 4:1 അരവണ്ണം പ്ലസ് അര ഇഞ്ച്, 2 ഇഞ്ച് ഇച്ചിരിയുടെ വണ്ണം കൂട്ടി വേണമെന്നുണ്ടെങ്കിൽ ഒരു 2.5 വേണേലും കൂട്ടിയെടുക്കാം. 2.5 ഇവിടെ 2.5 കൂട്ടി കൊടുക്കുക, ഇവിടെ 2.5 കൂട്ടി കൊടുക്കുക. 2.5 കൂട്ടി കൊടുത്താലും നമുക്ക് ആവശ്യത്തിനുള്ള വണ്ണം കൂടുതൽ കിടന്നുള്ളൂ. സാധാരണ ഒരു 2 ഇഞ്ച് മതി. അതിന് ഞാൻ 2 ഇഞ്ച് പറഞ്ഞത്. പിന്നെ തീരെ തുണിയില്ലാത്ത, വീതി കുറഞ്ഞ തുണി ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ 1.5 ഇഞ്ച് ഇട്ട് കൊടുത്തിട്ട് ലോക്ക് ചെയ്താലും നമുക്ക് ബാക്കി 1 ഇഞ്ചോളം ലൂസ് കിടപ്പുണ്ട്. ഈ 2 ഇഞ്ചെന്ന് പറയുമ്പോൾ തുണിയുടെ അനുസരിച്ച് നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് 1 ഇഞ്ച് ഇട്ട് അടിച്ചാൽ ലോക്ക് ചെയ്താൽ നമുക്കിങ്ങനെ തയ്ച്ച് എടുക്കാം. എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ അത് പറഞ്ഞു തരുന്നതായിരിക്കും. നമുക്കിനിയും വെട്ടാം. ഇത് കഴുത്ത് വെട്ടുന്നില്ല, നമുക്കിവിടെ സ്റ്റിഫ് വെക്കാനാണ്. അതുകൊണ്ട് കഴുത്ത് വെട്ടണ്ട. പിന്നെ കൈപ്പിടി വെട്ടാം. ഷോൾഡർ കട്ട് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഒരു ഏറ്റവും നടുക്ക് ലാസ്റ്റ് വരയെ കൂടാണ് ഞാനിത് വെട്ടിയിരിക്കുന്നത്. ഇത് നമുക്ക് തയ്ക്കാനാണ്. ഇത് ഈ വരയെ കൂടെ നമുക്ക് തയ്ക്കാനാണ്. ഈ വരയെ കൂടെ തയ്ക്കാം. ഇടയ്ക്ക് വേണമെന്നുണ്ടെങ്കിൽ 1 2 അത് നിർത്തുന്ന ഉടനെ ഈ പോയിന്റ് തന്നെ വണ്ണം അടിച്ചിട്ട് ഈ പോയിന്റ് തന്നെ കൊണ്ടുവന്ന് നിർത്തണം. നമുക്കിത് ഇങ്ങോട്ട് മടക്കി അടിക്കാൻ. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ചിട്ട് മടക്കി അടിക്കാനുള്ള നിവർത്തിയിട്ട് കാണിക്കാം. നമ്മൾ കഴുത്ത് നമുക്ക് സ്റ്റിഫ് വെച്ചിട്ട് നമുക്ക് വെട്ടാം. ഈ സ്റ്റിഫ് വെട്ടി കാണിക്കാം. പിന്നെ സ്ലീവ് ഉണ്ട്. സ്ലീവ് ഇന്നലെ ഒന്നും ഞാൻ പഠിപ്പിച്ചില്ല. സ്ലീവ് വെട്ടി കാണിക്കാം. നമുക്ക് ഇത്രയും തുണി ബാലൻസ് കിട്ടിയിട്ടുണ്ട്. അടുത്തത് നമ്മൾ കൈ വെട്ടിയെടുക്കണേ. കൈ വെട്ടിയെടുക്കുന്നുണ്ടെങ്കിൽ 2 തരത്തിൽ വെട്ടും. കാരണം ഇങ്ങനെ നമുക്ക് നീളത്തിലാണ് തുണി കിട്ടുന്നുണ്ടെങ്കിൽ അത് നമ്മൾ 4ആയിട്ട് ഇങ്ങനെ മടക്കിയെടുക്കും. കണ്ടോ, 2 കൈയാക്കും. പിന്നെ ഇങ്ങനെ വീതിക്കാൻ കിട്ടുന്നെന്നുണ്ടെങ്കിലോ നമ്മൾ ഇങ്ങനെ അങ്ങോട്ട് മടക്കിയിട്ട് കൈ നീളം എത്രയാണോ അതിൻ്റെ അനുസരിച്ച് പിന്നെ ഇതിങ്ങനെ അങ്ങോട്ട് മടക്കും. അപ്പം നമുക്ക് 1 2 കൈ കിട്ടി. ഇതിപ്പോൾ നീളത്തിൽ കിടക്കുന്ന തുണിയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് 4ആയിട്ട് ഇങ്ങനെ അങ്ങോട്ട് മടക്കിയിട്ട് പിന്നെയും ഒരു മടക്കുക. അപ്പോൾ ഈ ഓപ്പൺ വരുന്ന ഭാഗം താഴെ അടിക്കത്തക്ക രീതി വരണം. ഇവിടെ കൈ നീളമായിട്ട് എടുക്കണം. അപ്പോൾ നമുക്ക് ഇന്ന് കിട്ടിയിരിക്കുന്നത് ഇവിടെ തുണി കട്ട് ചെയ്തതിൻ്റെ ബാക്കി ഇങ്ങനെ നമുക്ക് നീളത്തിലാണ് തുണി കിട്ടിയിരിക്കുന്നത്. നീളത്തിലാണ് തുണി കിട്ടിയിരിക്കുന്നത്. കണ്ടോ, നല്ലതായിട്ട് മടക്കി. ഇപ്പം ഞാൻ ഇതിൽ നിന്ന് മുറിച്ചെടുത്തതാണ്. ഇതിപ്പം ഇങ്ങനെ വണ്ണം എടുക്കാൻ അറിയാത്ത ഒരാളാണെങ്കിൽ എന്ത് ചെയ്യണം, 6:1 വണ്ണം പ്ലസ് 2 ഇഞ്ച് എടുത്തോണം. എത്രയാണോ വണ്ണം അതിൻ്റെ 6:1 കണ്ടിട്ട് നമ്മളിത് 4ആയിട്ട് ഇങ്ങനെ മടക്കിയിട്ടു. ഇനിയും കൈനീളം ഇവിടെ വരുന്നത് എനിക്ക് 14.5 വേണ്ടത്. ആ 14.5 കൂടെ 1.5 കൂട്ടി കൊടുക്കണം. അപ്പം 16 കിട്ടി. അപ്പം 14 15.5, 13 14.5 എടുക്കുക. എത്രയാണോ കൈ നീളം അതിൻ്റെ കൂടെ പ്ലസ് 1.5 ഇഞ്ച് കൂടെ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അതെല്ലാം ഒന്നുകൂടെ പറഞ്ഞാണ്, ഒന്ന് റിപ്പീറ്റ് ചെയ്തതാണ്.
അപ്പോൾ 13 ആണെങ്കിൽ 14.5, 14 ആണെങ്കിൽ 15.5. ഇതിപ്പോൾ 14.5 ആയതുകൊണ്ട് ഞാനിവിടെ 16 എടുത്തു. ഇനി നമ്മൾക്ക് ഇവിടെ കൈക്കുഴി ചുമ്മാ ഇങ്ങനെ അങ്ങ് കൈക്കുഴി വെട്ടിയാൽ മതിയോ? അല്ല, നമുക്കിതിനിവിടെ അളവുണ്ട്. അപ്പോൾ എത്രയാണോ വണ്ണം അതിൻ്റെ 12 കണ്ടിട്ട് പ്ലസ് അര ഇഞ്ച് കൂടെ നമുക്ക് കൈക്കുഴിക്ക് കൂട്ടി കൊടുക്കാം. അപ്പം ഇവിടെ 34 വണ്ണം. 34 ആകുന്നുണ്ടെ 2.25 കിട്ടും. പ്ലസ് അരയും കൂടെ കൊടുക്കുമ്പം 3.25. ഈ 3.25 ഇവിടെ പോയിൻ്റ് ചെയ്തു. ഈ 3.25 പോയിൻ്റ് ചെയ്തിട്ട് നമുക്ക് ഇവിടുന്ന് നമുക്ക് ഇങ്ങോട്ട് കൈക്കുഴി വരച്ച് കൊടുക്കാം. കണ്ടോ? കൈക്കുഴി വരച്ച് കൊടുത്തു. ഇനി നമ്മൾക്ക് വേണ്ടുന്നത് ഫ്രണ്ട് കൈക്കുഴി നമുക്ക് എടുത്ത് വെട്ടണം. അതിന് വേണ്ടി നമ്മൾ ഇവിടെ എത്രയായത് 9.5 ഉണ്ട്. 9.5യുടെ നേർപകുതി 4.25. ഈ 4.25 നിന്ന് നമ്മൾക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ട് അര ഇഞ്ച് പോയിൻ്റ് ചെയ്യാം. അര പോയിൻ്റ് ചെയ്തിട്ട് നമുക്ക് ഇവിടെ ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുക്കാം. അതാ ഫ്രണ്ട് കൈക്കുഴി മാത്രം മതി, ബാക്ക് വെട്ടണ്ട കേട്ടോ. ഫ്രണ്ട് കൈക്കുഴി, കാരണം കൈയുടെ ഈ കൈക്കുഴിയുടെ അവിടെ ചുളുക്കമില്ലാതിരിക്കാനാണ്. ഇനി നമ്മൾക്ക് കൈയുടെ തുമ്പുവണ്ണമാണ്. തുമ്പുവണ്ണം ഇവിടെ എനിക്ക് 10 പ്ലസ് കൈവണ്ണം കാണാൻ എന്ത് ചെയ്യണം? 10 ആണെങ്കിൽ അതിൻ്റെ നേർപകുതി 2ആയിട്ട് മടക്കിയിട്ടേക്കുമല്ലേ, അതിൻ്റെ നേർപകുതിയാണ് കൈവണ്ണം. പക്ഷേ കൈവണ്ണം അങ്ങനെ അടിച്ചാൽ നമുക്ക് കിട്ടുമോ? അപ്പോൾ 1 ഇഞ്ച് കൂടെ നമ്മൾ 1-1.5 ഇഞ്ചോ ലൂസ് കൊടുക്കുക. ഇത് അടിക്കാനുള്ളതാണ്. പ്ലസ് 1.5യോ 2 അല്ലെങ്കിൽ 1 എത്രയാണേലും നമുക്ക് ലൂസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ അത് ഇവിടെ ഇങ്ങോട്ട് ഈ കൈക്കുഴിയിലോട്ട് നമ്മളിത് ഷേപ്പ് ചെയ്ത് വരച്ച് കൊടുക്കാം. കണ്ടോ? അപ്പം നമുക്ക് തയ്ക്കുമ്പോൾ ഇതേ കൂടെ വേണം തയ്ക്കാൻ. കൈയുടെ തുമ്പ് വണ്ണം എത്രയാണോ അത് പോയിൻ്റ് ചെയ്തിട്ട് നമുക്ക് തയ്ച്ച് കൊടുക്കാം. ഇനി ഒന്നുകൂടെ പറയാം. കൈനീളം ഇവിടെ 14.5 14.5യുടെ കൂടെ 1.5 കൂടെ എടുത്തു 16. പിന്നെ കൈക്കുഴി വണ്ണം കാണാൻ 12 വണ്ണം പ്ലസ് അര ഇഞ്ചാണ്. 12 വണ്ണം എന്ന് പറയുന്നത് 2.25 കിട്ടി. പ്ലസ് അര ഇഞ്ച് കൂടെ കൊടുത്തിട്ട് ഇത് 3.25 ഞാൻ പോയിൻ്റ് ചെയ്തു. പോയിൻ്റ് ചെയ്തിട്ട് ഞാൻ ഇതേ കൂടി ഇങ്ങനെ ഷേപ്പ് ചെയ്തു. പിന്നെ ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ നേർപകുതി കണ്ടു. പകുതി കണ്ടിട്ട് ഞാനിവിടെ ഫ്രണ്ട് കൈക്കുഴി എടുത്ത് വെട്ടാനായിട്ട് ഷേപ്പ് കൊടുത്തു. ഇവിടെ കൈയുടെ തുമ്പുവണ്ണം 5 ഇഞ്ചാണ്. അപ്പോൾ 5 പ്ലസ് 1.5 6.5 ഇട്ടു. 5 കൂടെ നമ്മൾ 5 പോയിൻ്റ് ചെയ്തു. 5 കൂടെ വേണം നമുക്ക് തയ്ക്കാൻ. ബാക്കി നമുക്ക് വീതിക്ക് കിടന്നോട്ട് നമുക്ക് വണ്ണം കൂട്ടി അടിച്ചു കൊടുക്കാനായിട്ട്. ഇനിയും ഈ 2 പീസ് ഇങ്ങോട്ട് എടുത്തിട്ട് എന്താ നമ്മളിങ്ങനെ എടുത്തിട്ട് ഇത് ഫ്രണ്ട് ഇച്ചിരിയുടെ കട്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഫ്രണ്ട് വെട്ടിയത് നമ്മൾ കൈയുടെ അരി കടിക്കാൻ നേരത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം. ആ കൈയുടെ അരി ഇത് അനുസരിച്ച് തയ്ക്കാവും. വെട്ടാനുള്ള സ്റ്റെപ്പ് അളവെടുത്ത് വരയ്ക്കാം. ഇവിടെ ഞാനൊരു സ്റ്റിപ്പിൻ്റെ തുണി എടുത്തിട്ട് 2ആയിട്ട് മടക്കി കഴുത്തിൻ്റെ അകലം 2.25 നമ്മൾ എടുത്തത്. സ്റ്റിപ്പ് വെട്ടുന്ന ഉടനെ 1/4 ഇഞ്ചും കൂടെ കൂട്ടി വെട്ടണം. അപ്പം 3 എടുത്തു. 2.25 കൂടെ അല്ലേ നമ്മൾ തയ്ക്കുന്നത്. അപ്പോൾ 1/4 ഇഞ്ച് കൂടി ഇപ്പുറത്തൂടെ നീക്കി വേണം സ്റ്റിപ്പ് വരയ്ക്കാൻ. നമുക്ക് കഴുത്ത് സ്റ്റിപ്പ് വെട്ടാം. ഇവിടെ കഴുത്തിൻ്റെ അകലം 2.25 പറഞ്ഞിരുന്നത്. 2.25 തന്നെ വരയ്ക്കരുത്. ഇവിടെ 3 ഇഞ്ച് 1/4 ഇഞ്ച് തയ്യൽ തുമ്പൂടെ കൂട്ടി 3 ഇഞ്ച്. പിന്നെ കഴുത്തിറക്കം 6 ഇഞ്ചാണ്. അപ്പം നമുക്ക് തയ്യൽ തുമ്പൂടെ കൂട്ടി 6.5 പോയിൻ്റ് ചെയ്യുക. ഈ 3 വരയ്ക്കുക. ഇനി നമുക്ക് ഇഷ്ടമുള്ള കഴുത്ത് വരയ്ക്കാം. ഇത് ചതുരം വന്നിരിക്കുന്നത്, അതുകൊണ്ട് ഞാൻ ഈ ചതുരക്കഴുത്ത് തന്നെയാണ് വരയ്ക്കുന്നത്. ഇനിയും ഇതിൽ നിന്നും 1 ഇഞ്ച് താപ്പോട്ട് നീക്കി വരയ്ക്കണം.
സ്റ്റിപ്പിൻ്റെ വീതിയാണേ. ഇവിടെ ഒരു 1/4 ഇഞ്ച്, 1/2 ഇഞ്ച് നമ്മൾ ഇറക്കം വിട്ട് കൊടുത്തല്ലോ. ഇവിടെ ഒരു 1/4 ഇഞ്ച് പോവാണ്. നമുക്ക് കഴുത്ത് കിട്ടി. ഇത് നമ്മൾ വെച്ച് തേച്ച് കൊടുക്കണം. അത് തേച്ച് തയ്ക്കുന്ന കാര്യം പറഞ്ഞു തരാം. ഇനി നമുക്ക് ബാക്ക് കഴുത്തൂടെ വേണം. ബാക്ക് കഴുത്ത് ഇതുപോലെ തന്നെ വെട്ടിയാൽ മതി. ഞാൻ ഒന്നുകൂടെ പറയുക, 2.25 കഴുത്തകലം. 1/4 ഇഞ്ച് കൂടെ കൂട്ടി നമുക്ക് സ്റ്റിപ്പേ വെട്ടണം. 3 ഇഞ്ച്. ബാക്ക് കഴുത്തിൻ്റെ ഇറക്കം 5 ഇഞ്ചാണ്. 5 ഇഞ്ച് പോയിൻ്റ് ചെയ്തു. 5 അല്ല, 1/2 ഇഞ്ച് കൂടെ കൂട്ടി പോയിൻ്റ് ചെയ്യണം. 5.5 ഇഞ്ച് പോയിൻ്റ് ചെയ്തു. ആ 5.5 താപ്പോട്ട് നമ്മളിത് കഴുത്ത് വരച്ചു. ഇത് ബാക്ക് കഴുത്ത് യു ആണ്, അപ്പോൾ യു ഷേപ്പ് ചെയ്ത് കൊടുത്തു. പിന്നെ 1 ഇഞ്ച് ഇനി ഇവിടെ നമ്മൾ 1/4 ഇഞ്ച് ഷോൾഡർ മുറിയാതിരിക്കാനായിട്ട് 1/4 ഇഞ്ച് വിട്ട് കൊടുത്തു. നമുക്ക് ബാക്ക് കഴുത്തും കിട്ടി. നമുക്ക് അടുത്ത വീഡിയോ നാളെ ഇടാം. നാളെ ഇടുമ്പോൾ ഇത് തയ്ച്ച് കാണിക്കാം.